ഹേ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് സീസൺ 7 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ ഒരാൾ ടാർഗറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ബുള്ളിങ് ചെയ്തില്ലേ, അങ്ങനൊരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അനിമോളുടെ ക്യാരക്ടർ. ഓക്കെ, അനുമോളുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഒരു ഡ്രാമയാണ്, അതാണ് അവൾ ജസ്റ്റ് ആക്ട്രസ് ആണ്, അതുകൊണ്ട് അവൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ്. വളർന്ന സാഹചര്യം സിറ്റുവേഷനും ഒക്കെയാണ് നമ്മൾ കള്ളക്കരച്ചിലോ അങ്ങനെ ഒരു ഇതാക്കി മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൻ്റെ കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ എപ്പിസോഡിൽ റെന ഫാത്തിമ എന്ന് പറയുന്ന 19 വയസ്സുള്ള കുട്ടി പറയുന്നതാണ് ബാഡ് വേർഡ് യൂസ് ചെയ്തിട്ട് അവൾ ഒരുമാതിരി പറഞ്ഞു. ഓക്കെ, അത് അവരെല്ലാവരും അവിടെ തടയുന്നുണ്ട്. ശരത്താണെങ്കിലും അവിടെ ബിന്നി ചേച്ചി ആണെങ്കിലും അവിടെ നിന്ന് അക്ബർ ആണെങ്കിലും അത് തടയുന്നുണ്ട്. ബട്ട് അവള് വീണ്ടും അതിനെ പറഞ്ഞു സോറി അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെന ഫാത്തിമ ആ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്തപ്പോൾ അവിടെ നിന്നവരൊക്കെ ഒട്ടാകെ അവർ പറയുന്നുണ്ട് അങ്ങനത്തെ ബാഡ് വേർഡ് യൂസ് ചെയ്യരുത്, അത് അങ്ങനെ പറയരുത്, അത് തെറ്റാണ്. ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയിൽ കയറിയിട്ട് ഇത്രയും വലിയൊരു ബാഡ് വേർഡ് യൂസ് ചെയ്തു, അതും ഒരു സ്ത്രീനെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാണെങ്കിലും അതൊരു മോട്ടിവേഷൻ അല്ല, അതൊരു എക്സാക്ട്ലി അത് മോശപ്പെട്ടൊരു വേർഡാണ്. അത് യൂസ് ചെയ്തത് അത് ഏറ്റവും മോശപ്പെട്ടതാണ്. അവൾക്കിനി അതിൻ്റെ ഒരു വേർഡിൻ്റെ അർത്ഥം അറിയാമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കേട്ടെടുത്തോളം ഇറ്റ്സ് എ ബാഡ് വേർഡ്. ഞാൻ അത് നോക്കിയായിരുന്നു, അതൊരു ബാഡ് വേർഡാണ്, നമുക്ക് പറയാൻ പറ്റാത്തൊരു വേർഡാണ്. ബട്ട് അത് പുതിയൊരു വേർഡാണ്, ഒരു ചൈനീസ് വേർഡാണ്. അതിപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളാകട്ടെ അമ്മമാരായിക്കോട്ടെ പുതിയ തലമുറയായിക്കോട്ടെ അത് അവർ ഏറ്റെടുത്തിട്ട് പുതിയ ബാഡ് വേർഡ് അവരവിടെ ലേൺ ചെയ്യാണ്. ഇത് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഷോയാണ്. ബട്ട് ഇങ്ങനെ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നത് ഒരിക്കലും എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അറ്റ്ലീസ്റ്റ് കേട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരും അത് തന്നെ പറയുന്ന ഈ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്യുന്ന ഒരിക്കലും എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് മെസ്സേജാണ് ഈ ബിഗ് ബോസ് കൊടുക്കുന്നത്? അത് ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരെയാണെങ്കിലും ഇത് ഉറപ്പായിട്ട് ചോദിക്കുക, അവളെ താക്കീതേക. അതർവൈസ് അവളെ എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞതിന് അവർക്ക് കഠിനമായിട്ടുള്ളൊരു ശിക്ഷ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇതിനോട് യോജിക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇന്നലെ പാത്രം കഴുകുന്ന ആ ഒരു സീൻ അക്ബർ വന്നിട്ട് പറയാണ് പട്ടി വന്ന് പാത്രം കഴുകി വെക്കുന്നു. അപ്പൊ അനുമോൾ അവിടെ പാത്രം കഴുകുകയാണ്. അപ്പോഴത്തേക്കും അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെന ഫാത്തിമ പട്ടിക്കും അനുമോളുടെ അതേ മുഖച്ചായം അല്ലേ പാത്രം കഴുകി വെക്കുന്ന പട്ടി. പേഴ്സണലി കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ഓക്കെ, അത് അപ്പം അനുമോൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് എനിക്കൊരിക്കലും അത് അക്സെപ്റ്റബിൾ അല്ല അങ്ങനെ പറയുന്നത്. എന്നിട്ട് അക്ബർ അങ്ങനെ പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റെന ഫാത്തിമ പറയുകയാണ് അനുമോൾക്ക് പട്ടിയുടെ അതേ മുഖച്ചായാണ്. അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റിയെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. പട്ടിയുടെ അതേ മുഖച്ചായ എന്ന് പറയുന്നത് അത് സ്വന്തം വീട്ടുകാരെ പറയുന്നതിന് തുല്യമാണ്. വീട്ടുകാർ പട്ടിയുടെ അതേ മുഖച്ചായ മക്കൾ ജനിക്കുമ്പോഴത്തേക്കും അച്ഛൻ്റെ അമ്മയുടെ മുഖച്ചായ, അപ്പൊ പട്ടീൻ്റെ മുഖച്ചായ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അതേ മുഖച്ചായാണോ? അപ്പം ഇവളുടെ മുഖത്ത് നോക്കിയിട്ടാണ് പേഴ്സണലി വിളിക്കുന്നെങ്കിൽ ഇവള് സഹിച്ചോണ്ട് നിൽക്കുമോ? ഒരു പെണ്ണുങ്ങളും ഇത് സഹിക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പട്ടീനെ പോലെയാണ്, അനുമോളിനെ കണ്ട പട്ടീൻ്റെ അതേ മുഖച്ചായാണ് എന്ന് പറയുന്നത് ഇവളോടാണ് സംസാരിക്കുന്നെങ്കിൽ ഇവള് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. മൂത്തവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാതെ അവിടെ കിടന്ന് അങ്ങ് ഭയങ്കര വലിയ ആരാണ്ടോ ആണെന്ന് പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്നതാണ് റെന ഫാത്തിമ. മേ ബി ഇത് കഴിയുമ്പോഴത്തേക്കും ഇവളുടെ അമ്മ വന്നിട്ട് ലൈവ് ഇടും. എൻ്റെ മോൾ അങ്ങനെയൊന്നുമല്ല, അവിടെ പോയിട്ടാണ് അങ്ങനെ ആയത്. വളർത്തു ദോഷമൊന്നേ ഞാൻ പറയുള്ളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ട് വളർത്തു ദോഷം തന്നെയാണ്. ഇതെല്ലാം കണ്ടു കഴിയുമ്പം അപ്പാനി ശരത്ത് അവിടെ ഇത് കുരയ്ക്കുന്നുണ്ട്. അത് കുരയ്ക്കുന്ന കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബെൽറ്റ് വാങ്ങിച്ചിട്ട് അവൻ്റെ കഴുത്തിൽ കെട്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ വലിച്ചോണ്ട് നടക്കണം. കാരണം കറക്റ്റ് അതേ പട്ടി കരയുന്ന അതേ ഇതായിട്ടാണ് അവൻ കുരയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അവനെ കെട്ടിയിടാം, അങ്ങനത്തെ രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
അടുത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും അക്ബർ പറയാണ് അനു സ്റ്റേ. നമ്മൾ ഈ ഡോഗ്സിനെയൊക്കെ ലേൺ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും അവിടെ പറയുന്നത് ഏതെങ്കിലും പട്ടികളെ ആണെങ്കിലും അവരെ സ്റ്റേ ചെയ്യിക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ് പറയുന്നത് അനു സ്റ്റേ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നത്. ഇതൊക്കെ നോർമലി അത് കേട്ടോണ്ടിരിക്കുന്ന നമ്മൾ ആരും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. എന്നിട്ട് ലാസ്റ്റ് റെന ഫാത്തിമ പറയുന്നുണ്ട് എന്താണ് നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അവളുടെ വീട്ടിൽ തന്നെ പട്ടികളാണോ പാത്രം കഴുകുന്നത്? എല്ലാവരുടെ വീട്ടിൽ പട്ടികളാണോ പാത്രം കഴുകുന്നത്? പിന്നെ ഇവൾ എന്നാത്തിനും എങ്ങനെ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ റെന ഫാത്തിമേനെ വെച്ച് നോക്കുകയാണെങ്കിൽ അച്ഛൻ ഡി എന്ന് വിളിച്ചാൽ നമ്മൾ തിരിച്ച് ഡാ എന്ന് വിളിക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പം അവൾ വളർന്നതിന്റെ ഗുണം അതാണ്. സോ അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷ മതി. ഈ ഒരു ലെവല് താഴ്ന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും തരം താഴ്ന്ന ലെവൽ എന്ന് പറയത്തില്ലേ, ആ ഒരു ലെവലിൽ ചിന്തിച്ചാൽ മതി, അതൊക്കെ കിട്ടുള്ളൂ. ഇതിനൊക്കെ നമ്മൾ എങ്ങനെ എന്റർടൈൻമെന്റ് ചെയ്യാനാണ്? ഇത് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണോ എന്റർടൈൻമെന്റ് ചെയ്യുന്നത്? ഒരു വ്യക്തിനെ ഇത്രയും ബുള്ളിയും ചെയ്യിക്കാനാണോ ഈ കേരളത്തിലെ വരുന്ന തലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും എന്റർടൈൻമെന്റ് എന്നുള്ള ലിസ്റ്റിൽ പെടാത്തൊരു കാര്യമാണിത്. ഇത് ഒരിക്കലും എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ആരും ആയിക്കോട്ടെ, അനുമോളെന്നല്ല ഏതാളും ആയിക്കോട്ടെ, അവരെ പട്ടീന്ന് വിളിക്കുക, അവരുടെ മുഖച്ചായ ഉണ്ടെന്ന് പറയുക, അവരെ കുറച്ച് ഇമിറ്റേറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് ഒരിക്കലും എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇത് ഉറപ്പായിട്ട് ലാലേട്ടൻ ചോദിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ബിഗ് ബോസ് കണ്ടിട്ട് ഒരു ഇതിലും എന്റർടൈൻമെന്റ് ആണ് പോലും. ഞാൻ അനുമോളിനെ സപ്പോർട്ടേ ചെയ്യുന്നില്ല, അങ്ങനെയല്ല, ഞാൻ അനുമോളിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല, അവളുടെ ഭാഗത്തും തെറ്റുണ്ട്. ബട്ട് ഈ ഒരു കാര്യം ഒരിക്കലും അത് അക്സെപ്റ്റബിൾ അല്ല. ഞാൻ എൻ്റെ ലൈഫിലാണ് ഒരാളിങ്ങനെ കാണിക്കുന്നത്, ഞാൻ ഒരിക്കലും കണ്ടുകൊണ്ട് നിൽക്കത്തില്ല. ഓക്കെ, ഇതെല്ലാം പോട്ടെ, ഒരാളുടെ പ്രൊഫഷൻ വെച്ചിട്ട് കളിക്കുന്ന ഒരു കളിയും കൂടെ അവിടെ നടക്കുകയാണ്. അപ്പം മിനിഞ്ഞാന്ന് രാത്രിയിൽ നടന്നൊരു എപ്പിസോഡിൽ ജിസൈൽ വന്ന് ചോദിക്കുകയാണ് അനുമോള് ആക്ട്രസ് ആണോ? അപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അപ്പാനി ശരത്താണ്. ഓക്കെ, അപ്പം അവൻ പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു പറയാണ്, ഷീസ് നോട്ട് അറ്റ് ഓൺ ആക്ടർ, അവളൊരു ആക്ടറേ അല്ല എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ റെന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. ഓക്കെ, 1, 2, 3 എന്തോ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ശരത്തും ഇതുപോലെ എന്തോ 2, 3 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബട്ട് സിനിമയിലും കുറച്ചൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറയാലോ, ബിഗ് ബോസിൽ വന്നപ്പോൾ എനിക്ക് ആകെപ്പാട് അറിയാവുന്നുണ്ടായിരുന്നത് ഈ ശരത്തിനെയും ഈ അനുമോളിനെയും രേണുസുതി ചേച്ചിനെയാണ്. ഈ 3 പേരെ മാത്രമേ എനിക്ക് ഈ ഒരു ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ റെന ഫാത്തിമ ഏതാണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഏതാണ് സംഭവം എന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഒരിക്കലും അവൾ പറയാൻ പാടില്ലായിരുന്നു. ഓക്കെ, അത് അവരുടെ അനുമോളുടെ പ്രൊഫഷൻ ഈ ഒരു ബിഗ് ബോസ് സീസൺ കഴിയുമ്പോൾ അത് ബാധിക്കാൻ പോകുന്നത് അനുമോളുടെ പ്രൊഫഷനെയാണ്. ബാക്കി കാണാം. അനുമോൾ ഇങ്ങനെ സീരിയലൊക്കെ ആക്ട് ചെയ്യുന്നതാണ്. അതിപ്പോൾ ചെറിയ സ്ക്രീനാണെങ്കിലും വലിയ സ്ക്രീനാണെങ്കിലും അവൾ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവൾക്ക് അവിടെ ആക്ട്രസ് എന്നുള്ള ഒരു ഇത് തന്നെ അവിടെ കിട്ടിയേക്കുന്നത്. അതിനെ വില കുറച്ച് കാണേണ്ട ആരും അല്ല അവർ ഏറ്റവും വലിയ ഒരു പ്രൊഫഷനെയും വില കുറച്ച് കാണേണ്ട ഒരു വ്യക്തിയല്ല. സീരിയൽ ആക്ടേഴ്സ് ആയിക്കോട്ടെ, സിനിമ ആക്ടേഴ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരത്രയും വില കുറച്ച് കാണേണ്ട ആവശ്യം ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോയിൽ ഇല്ല. അത് കഴിഞ്ഞിട്ട് അക്ബർ പറയാണ് അവളെ ആക്ട്രസ് ആയിട്ട് മെൻഷൻ പോലും ചെയ്യരുത് എന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിഗ് ബോസിൽ വന്നപ്പോൾ അറിയാമായിരുന്നോ ഈ അക്ബർ ഒരു വലിയ പാട്ടുകാരനെന്ന്? എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് പേഴ്സണലി സത്യം പറയാലോ, എനിക്ക് അക്ബർ ഒരു പാട്ടുകാരനാണെന്ന് എനിക്കറിയത്തില്ല. അവൻ അവിടെ പാട്ട് പാടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇവൻ ഒരു സിംഗർ ആണെന്നും ഇവൻ പേഴ്സണലി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് അവനൊരു പാട്ടുകാരനാണെന്ന്. അങ്ങനെയാണ് അറിയുന്നത്. അവന് ആ പറയാനുള്ളൊരു യോഗ്യത, ഒരു ലേശം യോഗ്യത പോലും അവിടെ അവനില്ല. അത് കഴിഞ്ഞ് പറയണ അവളെ ആക്ട്രസ് എന്ന് വിളിച്ചാൽ തന്നെ ആ ആക്ട്രസ് എന്ന് വിളിച്ചാൽ ആ ഒരു പ്രൊഫഷന് തന്നെ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് അത് കഴിഞ്ഞുള്ള സംസാരം അങ്ങോട്ട് പറഞ്ഞത്. അവളെ ആക്ട്രസ് എന്ന് വിളിച്ചാൽ മറ്റേ ആക്ട്രസിന് തന്നെ നാണക്കേടാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും പറയാനുള്ളൊരു യോഗ്യത പോലും ഈ ഇരിക്കുന്നവർക്കില്ല. ഇവർക്കെന്നല്ല, ആർക്കും ഇല്ല. ഒരു പ്രൊഫഷനെ താഴ്ത്തി കാണാനായിട്ട് ആർക്കും അവിടെ യോഗ്യത അല്ല. അവളെ ആക്ട്രസ് എന്ന് വിളിച്ചാൽ ബാക്കിയുള്ള ആക്ട്രസിനാണ് അതൊരു ഇൻസൾട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു പ്രൊഫഷന്, അവളുടെ ഒരു ക്യാരക്ടർ ഹറാസ്മെന്റ് അല്ലെങ്കിൽ അവളുടെ ഒരു പ്രൊഫഷണൽ ഹറാസ്മെന്റ്, അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവളെ ആക്ട്രസ് എന്ന് വിളിക്കുക, ഇത് ഉറപ്പായിട്ടും ചോദിക്കാനുള്ള ഒരു പ്രൊഫഷണൽ കയറി കളിക്കേണ്ട ആവശ്യമൊക്കെ അവിടെ എന്താണ് ഉള്ളത്? അപ്പാനി ശരത്തും ഈ അക്ബറും ഈ റെനയൊക്കെ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാണ്, ഒരേ ഫീൽഡിൽ നിൽക്കുന്നതാണ്. ഈ ബിഗ് ബോസിൽ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്ന് നിൽക്കുന്നത്. ബട്ട് ഇത്
ഇത് ഭയങ്കര ഓവറാണെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് കടന്നു പോയേക്കുന്നു. അത് അതുപോലെ തരം താഴ്ന്നിട്ടുള്ള ഇതിലാണ് നിൽക്കുന്നത് അവർ. ഇതൊക്കെ ഭയങ്കര തരം താഴ്ന്നെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലോ ലെവലിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര്. ഇറ്റ്സ് നോട്ട് എ ഗുഡ്. അത് കഴിഞ്ഞിട്ട് ജിസൈൽ ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവളെന്തിനാ ആക്ട്രസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ പറയാണ് ചെറിയ ചെറിയ സീരിയലിൽ ആക്ട് ചെയ്യുന്നുണ്ട്, ചെറിയ സീരിയലിൽ. അത് ചെറിയതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അവർ ചെയ്യുന്ന പ്രൊഫഷൻ അവരുടെ പ്രൊഫഷൻ തന്നെയാണ്. അതിന് ഇത്രയും ചെറുതായിട്ട് കാണാനോ വലുതായിട്ട് കാണാനോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സീരിയൽ ആക്ടേഴ്സൊക്കെ ഇതിന് എതിരെ എന്തെങ്കിലും പറയണം. അറ്റ്ലീസ്റ്റ് ഇവർ പറയുന്ന സീരിയൽ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ കാര്യമല്ല. എത്രയോ പേര് ആക്ട് ചെയ്യാനായിട്ട് ആഗ്രഹം കാണിച്ചു. അറ്റ്ലീസ്റ്റ് അവൾ ആ ഒരു കാര്യം ചെയ്യുന്നില്ലേ? അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രൊഫഷൻ അവൾ ചെയ്യുന്നില്ലേ? സീരിയൽ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവൾ ചെയ്യുന്നില്ലേ? അതുപോലെ അതൊരു ആക്ട്രസ് അല്ലേ. പിന്നെ അത് പറയുന്നുണ്ട് പേഴ്സിലുള്ള ഒരു ഗെയിമുണ്ട്, സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു ഗെയിം. ആ ഗെയിമിൽ വന്നിട്ട് ഈ ബലൂണൊക്കെ കുത്തിപ്പൊട്ടിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ എന്ത് യോഗ്യത? അപ്പം ഇവർ ബിഗ് ബോസിൽ വന്ന് നിൽക്കുന്ന എന്നതിനാ ഇവരും ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അനുമോൾ ചെയ്ത് എല്ലാ കാര്യവും കറക്റ്റ് ആണെന്ന് ഞാനിവിടെ പറയുന്നേ ഇല്ല. അവളും തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് അവരെ ഇതിനു മാത്രം തരം താഴ്ത്തിയുള്ള സംസാരം ഞാൻ ഇതുവരെയും അനുമോളുടെ ഭാഗത്തു നിന്ന് ഞാൻ കേട്ടിട്ടില്ല. അവളുടെ ഭാഗത്ത് തെറ്റുണ്ടില്ല എന്ന് ഞാൻ പറയാനുള്ള. എന്നും പറഞ്ഞ് അവരെ ഇതിനു മാത്രം തരം താഴ്ത്തിയുള്ള സംസാരം ഞാൻ ഇതുവരെയും അനുമോളുടെ ഭാഗത്തു നിന്ന് ഞാൻ കേട്ടിട്ടില്ല. അവളുടെ ഭാഗത്ത് തെറ്റുണ്ടില്ല എന്ന് ഞാൻ പറയാനുള്ള. ബട്ട് ഇതൊക്കെ ഭയങ്കര തരം താഴ്ന്നെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലോ ലെവലിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളടുത്ത് ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട് എന്ന് വെച്ചിട്ട് അവരുടെ പ്രൊഫഷനിൽ കയറി അവരെ ബുള്ളിങ് ചെയ്ത് അത് ഒരിക്കലും നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമേ അല്ല. നമുക്ക് സത്യം പറഞ്ഞപ്പോൾ ബിഗ് ബോസ് കാണുമ്പോൾ അയ്യോ അനുമോള് എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരെ അവിടെ വരുന്നുണ്ട്. മനസ്സിലായി? അത്രയും അവളെ ബുള്ളിങ് ചെയ്യുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ പറയുന്നത് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എനിക്ക് ആകെപ്പാടെ 3 ലക്ഷം പേരെങ്ങാണ്ടുമാണ് അവരുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ്. അതുപോലെ തന്നെ ശരത്തിന് ഏകദേശം ഒരു 4 ലക്ഷമോ അങ്ങനെ എന്തോ 1 ലക്ഷമോ അങ്ങനെ എങ്ങാണ്ടോ ലക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അനുമോളിൻ്റെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അവൾക്ക് 1 മില്യൺസോളം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അവൾ അത്രയും താഴ്ന്നവളല്ല. ഓക്കെ, അവൾ ഏകദേശം കുറേ പേര് അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അവൾ അത്രയും തരം താഴ്ത്തി കാണേണ്ട ആവശ്യമോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല അവിടെ. അത്രയും പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും അത്രയും തരം താഴ്ത്തി കാണേണ്ട ആവശ്യം അവിടെ ഇല്ല. ഇപ്പോൾ ഈ സീരിയലിൻ്റെ പുച്ഛിച്ച ഈ ശരത്തും ഇവരും അക്ബറും അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ദിവസം ഈ സീരിയലിൽ ആക്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ മാറി നിൽക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു അവസരം കിട്ടി എല്ലാവരും അത് ആക്ട് ചെയ്യും. അതിന് അത്രയും താഴ്ത്തി കാണേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത് ശരിക്കും ഇപ്പോൾ ഈ ഒരാഴ്ച നടന്ന ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ലാലേട്ടനെ നല്ലതായിട്ട് എടുത്തിട്ട് അലക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് നടത്തിയേക്കുന്നത്. ഒരാളുടെ മുഖത്ത് നോക്കി പട്ടീന്ന് വിളിക്കുക, ഒരു പ്രൊഫഷണലെ താഴ്ത്തി കാണുക, പിന്നെ ഒരാളെ ഇത്രയും ഭയങ്കരമായിട്ട് ബുള്ളിങ് ചെയ്യുക, അവരെ തള്ളുക, ഇതൊക്കെ എന്നിട്ട് ചൈനീസിലുള്ള തെറി വിളിക്കുക, ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നിങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും ഞാൻ അനുമോളിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കണം, എനിക്ക് അനുമോളിനെ അത്രയൊക്കെ ഇഷ്ടമാണ്. ഇതിപ്പം ആരാണെങ്കിലും ഏത് കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ഇപ്പോൾ ഇല്ല, നിലവിലില്ല. വേണമെങ്കിൽ ആവാം, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. ബട്ട് ഇപ്പോൾ നിലവിൽ എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റും ഇല്ല. ബട്ട് ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടണം ഉള്ള ഒരു ഇത് എനിക്ക് വന്നത്. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ലാലേട്ടൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. ഇത് അറ്റ്ലീസ്റ്റ് ചോദിക്കണം. നമ്മുടെ കേരള ഒട്ടാകെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.